നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കുട്ടികളിൽ ഹോർമോൺ ചികിത്സയുടെ ആവശ്യകത എപ്പോൾ, എങ്ങനെ? പല മാതാപിതാക്കളുടെ മനസ്സിൽ വളരെയധികം സംശയങ്ങളും ആശങ്കകളും നിറഞ്ഞ ഒരു ചോദ്യമാണ് ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കുട്ടികളിൽ ദോഷകരമാണോ, ആവശ്യമുണ്ടോ എന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ക്ലിനിക്സിൽ കുട്ടികളെ നോക്കുന്ന ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുകയാണ്, കുറേ മാതാപിതാക്കൾ ശരിയായ സമയത്ത് കൃത്യസമയത്ത് രോഗനിർണയം ചെയ്ത് ചികിത്സ നിർദ്ദേശിച്ചാൽ പോലും, പ്രത്യേകിച്ച് ഉയരക്കുറവ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വളർച്ച സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം കൊണ്ടുവരുന്ന കുട്ടികളിൽ ഇത്തരം ഹോർമോൺ കുറവുകളോ അഭാവങ്ങളോ ഡിസോർഡേഴ്സോ ഒക്കെ കണ്ടുപിടിക്കുകയാണ്, ചികിത്സ നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ അത്തരം അവസരങ്ങളിൽ പല മാതാപിതാക്കളുടെ മനസ്സിൽ ഈ നേരത്തെ ഉണ്ടായിട്ടുള്ള വികലമായ ചില ആശയങ്ങളുടെ പുറത്ത് ഈ ചികിത്സ അവലംബിക്കാതെ ഒരുപാട് വർഷം കാലതാമസം വരികയും ഒരു കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് നമുക്ക് ചികിത്സിക്കാൻ നല്ല രീതിയിൽ ചികിത്സ റെസ്പോൺസ് അല്ലെങ്കിൽ ഫലം കിട്ടുന്ന ആ കാലയളവ് നഷ്ടപ്പെടുത്തിയിട്ട് അവസാന സമയം ഒന്നുകിൽ സ്വയം ബോധ്യമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രഷർ കൊണ്ടോ വീണ്ടും ഈ ഒരു ചികിത്സ അവലംബിക്കാനായിട്ട് പലരും കൊണ്ടുവരാറുണ്ട്. അപ്പം ഈ ഒരു കാലനഷ്ടം നമുക്ക് നികത്താനാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ എന്താണ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, എന്തിനാണ് കുട്ടികൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് എന്നുള്ള സംശയങ്ങളും അവയെ പറ്റിയുള്ള ആശങ്കകളും ദൂരീകരിക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു സമയം വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എൻഡോക്രൈൻ ഗ്രന്ഥികളെന്ന് പറയുന്ന ചില അവയവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥങ്ങളാണ്. ഈ ഹോർമോൺ എന്ന് പറയുന്നത് ഒരൊറ്റ രാസപദാർത്ഥമല്ല, അത് പല ഗ്രന്ഥികളിൽ നിന്ന് പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഓരോ ഹോർമോണിനും ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ശരീരത്തിൽ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ ഹോർമോൺസ് വളരുന്ന കുട്ടികൾ, നവജാത ശിശു മുതൽ 18 20 വയസ്സ് വരെ ആ വളർച്ചാ ഘട്ടങ്ങൾ മുഴുവൻ കടന്നു പോകുന്ന കുട്ടികളിൽ പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഹോർമോൺസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ പിറ്റ്യൂട്ടറി, തലച്ചോറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് ഉണ്ടാകുന്ന ഗ്രോത്ത് ഹോർമോൺ, തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്ന TSH അഥവാ TSH എന്ന ഹോർമോൺ വളരെ പരിചിതമാണ്, നമ്മുടെ ജനങ്ങൾക്കിടയിൽ വളരെ പരിചിതമായ ഹോർമോണാണ് TSH എന്ന് പറയുന്നത്. ഹൈപ്പോതൈറോയിഡിസം പോലെയുള്ള തൈറോയ്ഡ് പ്രോബ്ലംസ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റും കൂടിയാണ് TSH. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന ഗ്രോത്ത് ഹോർമോൺ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, പിന്നെ പ്യൂബർട്ടി എന്ന പ്രതിഭാസത്തിനെ സഹായിക്കുന്ന ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്ന ഹോർമോൺസ്, അമ്മമാരിലെ മുലയൂട്ടൽ സഹായിക്കുന്ന പ്രൊലാക്റ്റിൻ, പിന്നെ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് എന്ന അവസ്ഥ തരണം ചെയ്യാൻ സഹായിക്കുന്ന സ്റ്റിറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ്, ഇതൊക്കെയാണ് പിറ്റ്യൂട്ടറിയിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺസ്. അതുപോലെ നമുക്കറിയാം, തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന തൈറോയ്ഡ് ഹോർമോൺ കുട്ടികളുടെ ശാരീരിക വളർച്ച മാത്രമല്ല മാനസിക ബൗദ്ധിക വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഹോർമോണാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉദരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ. ഇൻസുലിൻ്റെ അഭാവം കാരണമോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലെ തകരാറ് കാരണമോ ഡയബറ്റിസ് എന്ന് പറയുന്ന പ്രമേഹ രോഗം ഉണ്ടാകാവുന്നതാണ്. അതുപോലെ വളരെ വേണ്ടപ്പെട്ട മറ്റ് 2 ഗ്രന്ഥികളാണ് സ്ത്രീകളിലെ അണ്ഡാശയം അഥവാ ഓവറീസും പുരുഷന്മാരിലെ അല്ലെങ്കിൽ ആൺകുട്ടികളിലെ ടെസ്റ്റിസ് അഥവാ വൃഷണങ്ങളും. ഇവയിൽ നിന്ന് ഈ ഫീമെയിൽ ഹോർമോൺസും മെയിൽ ഹോർമോൺസും യഥാസമയത്ത് അതിൻ്റെതായ ആ വികാസം നടക്കേണ്ട സമയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെറിയ കുട്ടിയിൽ നിന്ന് വലിയ കുട്ടിയിലേക്ക്, മുതിർന്ന കുട്ടിയിലേക്കുള്ള ശാരീരിക മാനസിക ബൗദ്ധിക വികാസം നടക്കുന്നതിനും ഇത്തരം ഹോർമോൺസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോർമോൺ ചികിത്സ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന ഹോർമോണിൻ്റെ അളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, അത് കുറവാകാം കൂടുതലാകാം, ഇത് കുട്ടികളിലെ ശാരീരികമായിട്ടുള്ള വളർച്ചയെയും അവരുടെ ബൗദ്ധികമായിട്ടുള്ള വളർച്ചയെയും സമഗ്രമായ വികസനത്തിനെ, അതുപോലെ തന്നെ പിബോട്ടൽ ഡെവലപ്മെൻറ്റ്, അതായത് അഡോളസെന്റ് ഗ്രോത്ത്, അവരുടെ പ്രത്യുൽപാദന ശേഷി ഉണ്ടാകുന്ന ആ ഒരു ശാരീരിക വളർച്ചയെയും ത്വരിതപ്പെടുത്തുന്ന രാസപദാർത്ഥങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലപ്പോഴും ഈ സംശയം ഉടലെടുക്കുന്നത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് ഏറെക്കുറെ ജനങ്ങൾക്ക് പരിചിതമാണ്. ഈ തൈറോയ്ഡ് ഹോർമോൺ കുറവ് ജന്മനാ തന്നെ ഉണ്ടാകാവുന്നതാണ്. അതിനെ കൺജനറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. നമുക്കറിയാം, ജനിച്ച് ആദ്യത്തെ 3 വയസ്സിനുള്ളിലാണ് കുട്ടിയുടെ ബ്രെയിനിൻ്റെ ഗ്രോത്ത്, തലച്ചോറിൻ്റെ വളർച്ചയും വികാസവും ഒരു 90-95% സംഭവിക്കുന്നത്. അപ്പം ഈ സമയത്ത് ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യം ഉണ്ടാകേണ്ട ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ.
അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഈ തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം, കുറവ്, അത് വളരെ ചെറിയ കുറവാണെങ്കിൽ പോലും നികത്തേണ്ടത് കുട്ടിയുടെ ശരിയായ ഡെവലപ്മെന്റിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് ഡോക്ടർ പറയുന്ന അനുസരിച്ച് കൃത്യമായിട്ട് ഈ ചികിത്സ അവലംബിക്കേണ്ടത് പിന്നീടുണ്ടാവുന്ന ബുദ്ധിമാന്ദ്യം പോലെയുള്ള, നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കാത്ത രീതിയിലുള്ള ബുദ്ധിമാന്ദ്യം പോലെയുള്ള വിദൂര ഭവിഷ്യത്തുകളെ പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കും. അതുപോലെ ഒന്നാണ് വളർച്ചാ ഹോർമോണിന്റെ കുറവ് അഥവാ ഗ്രോത്ത് ഹോർമോൺ. ഈ ഗ്രോത്ത് ഹോർമോൺ ആണ് പലപ്പോഴും ജനങ്ങൾക്ക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സ അവലംബിക്കുന്നതിന് പലപ്പോഴും ഒരു വിഷമം അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാകുന്നത്. ഗ്രോത്ത് ഹോർമോൺ എടുത്ത് അമിതമായ വളർച്ച ഉണ്ടാകുമോ, പലപ്പോഴും ടി വിയിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടോ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ചില വികലമായിട്ടുള്ള ഐഡിയാസ് അതിൽ നിന്നുണ്ടായിട്ടോ ആയിരിക്കാം ഈ ഗ്രോത്ത് ഹോർമോൺ പോലെയുള്ള ചികിത്സ അവലംബിക്കുന്നതിൽ ജനങ്ങൾക്ക് വിമുഖത കാണിക്കുന്നത്. എന്നാൽ ഗ്രോത്ത് ഹോർമോണിന്റെ റോള് ശരീരത്തിലെ എല്ലുകളുടെയും മസിലുകളുടെയും സ്വാഭാവിക വളർച്ചയെ ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രോത്ത് ഹോർമോൺ സാധാരണ നമ്മൾ നിർദ്ദേശിക്കുന്നത് ഗ്രോത്ത് ഹോർമോണിന്റെ കുറവ് വരുന്ന കണ്ടീഷൻസിൽ, ജനറ്റിക്കലായിട്ട് തന്നെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും, നേരത്തെ പറഞ്ഞല്ലേ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതാണ്, അതിൽ നിന്ന് ഗ്രോത്ത് ഹോർമോണിന്റെ ഉണ്ടാകുന്നതിലുള്ള ക്ഷമത കുറയുകയോ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ബാധിച്ച് അതുവഴി ഗ്രോത്ത് ഹോർമോണിന്റെ കുറവുണ്ടാകുകയോ, അതുമല്ല ചില ജനിതകമായ തകരാറുകളിൽ, ടേർണർ സിൻഡ്രോം, ന്യൂനാൻ സിൻഡ്രോം തുടങ്ങിയ ചില ജനിതക തകരാറുകളിൽ ഗ്രോത്ത് ഹോർമോണിന്റെ കുറവില്ലെങ്കിൽ പോലും ഇത്തരം കുട്ടികളിൽ ഉയരക്കുറവ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ്. ഇത്തരം സിറ്റുവേഷൻസിലും നമ്മുടെ റിസർച്ചിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലത്തിൽ ഗ്രോത്ത് ഹോർമോണിന്റെ ചികിത്സ കുട്ടിയുടെ ഉയരത്തിന് കാര്യമായിട്ടുള്ള ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇത്തരം സിറ്റുവേഷൻസിൽ വേണ്ടപ്പെട്ട ടെസ്റ്റുകൾ ചെയ്ത്, പരിശോധനകൾ ചെയ്ത് അതിന് തക്കതായ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഗ്രോത്ത് ഹോർമോണിന്റെ ട്രീറ്റ്മെന്റ് കൃത്യമായ സമയത്ത്, അതായത് നമ്മൾ ഒരു ഏജിന്റെ അപ്പുറം നമ്മൾ വളർച്ചയ്ക്കുള്ള ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് പ്രയോജനം ലഭിക്കുകയില്ല. എത്രയും നേരത്തെ കണ്ടുപിടിച്ച് എത്രയും നേരത്തെ ചികിത്സ ആരംഭിക്കുകയാണെങ്കിൽ ഇത്തരം കണ്ടീഷൻസിലുള്ള ഉയരക്കുറവിന് വളരെ നല്ലൊരു പരിഹാരം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് പാൻക്രിയാസ് ഗ്രന്ഥിയിലെ നേരത്തെ ഇൻസുലിൻ്റെ ഡയബറ്റീസിൻ്റെ കാര്യം പറഞ്ഞത്. നമുക്കറിയാം കുട്ടികളിലെ ഡയബറ്റീസ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്നാണ് കോമൺ ആയിട്ട് കാണുന്ന ഡയബറ്റീസ് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. ഇതിൽ ഇൻസുലിൻ ഹോർമോണിൻ്റെ അഭാവം കൊണ്ടാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അപ്പം ബ്ലഡ് ഷുഗർ ഒരുപാട് കൂടി നിൽക്കുകയാണെങ്കിൽ ഇത് നമുക്കറിയാം വളരെ നമ്മുടെ ഞരമ്പുകളെയും കിഡ്നിയെയും കണ്ണുകളെയും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് ഹൈ ബ്ലഡ് ഷുഗർ. ഈ അവസ്ഥയിൽ ഇൻസുലിൻ ഹോർമോണാണ് ഈ കണ്ടീഷൻ, ഈ ടൈപ്പ് 1 പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴത്തെ ശാസ്ത്രീയ വിവരം അനുസരിച്ച് ദിവസേന എടുക്കേണ്ട ഒരു ചികിത്സയാണ് ഇൻസുലിൻ ചികിത്സ. അതുപോലെ തന്നെ നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന, അല്ലെങ്കിൽ പ്യൂബർട്ടി എന്ന പ്രോസസ്സിനെ ആരംഭിക്കുകയും അത് പ്രോഗ്രസ് ചെയ്യുകയും അതിൻ്റെ, അതായത് ശാരീരിക വളർച്ച ത്വരിതപ്പെടുത്തി അവസാന ഘട്ടങ്ങളിലേക്ക് നയിക്കുന്ന സ്ത്രീ ഹോർമോൺസ്, മെയിൽ ഹോർമോൺസും ഫീമെയിൽ ഹോർമോൺസും സമയത്തിനുണ്ടാകേണ്ടതും ആ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടതും കുട്ടിയുടെ പൂർണ്ണ വളർച്ചയ്ക്ക് എത്തുന്നതിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഏത് സമയത്ത് ആരംഭിക്കണം, ഏത് സമയത്ത് അവസാനിക്കണം എന്നതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ പ്രോസസ്സ് തുടങ്ങിയില്ലെങ്കിലും നേരത്തെ തുടങ്ങിയാലും അതിനെ നമുക്ക് കൃത്യമായ സമയത്തേക്ക് മാറ്റുന്നതിനോ അല്ലെങ്കിൽ പ്രോസസ്സ് തുടങ്ങുന്നതിനോ ഉള്ള ചികിത്സ ലഭ്യമാണ്. വളരെ അത് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ അത് അവലംബിക്കേണ്ടത് കുട്ടിയുടെ ശാരീരിക വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്.